അവിടെ ജെ ഡി യുവിന് യാതൊരു റോളും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരു വിഭാഗം ജാതിക്കൂട്ടങ്ങളുടെ മാത്രം പാർട്ടിയായിട്ട് ജെ ഡി യു മാറും. അത് നിതീഷ് കുമാറിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നതോടുകൂടി പൂർണ്ണമായും ഇല്ലാതാവും. നിതീഷ് തോളൊപ്പം മറ്റൊരാളെ വളർത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. ഇവിടെ മറ്റൊരു കാര്യം ശ്രീ ശങ്കുട്ടിദാസ് തന്നെ വിശദമാക്കിയതുപോലെ തന്നെ നരേന്ദ്രമോദി വേഴ്സസ് ഹൂ എന്ന് വെളിവാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ബീഹാറിൽ നിതീഷ് കുമാർ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, വെസ്റ്റ് ബംഗാളിൽ മമത, ആ നിലയിൽ പ്രാദേശികമായി എൻ്റെ നേതാവാണ് പ്രധാനമന്ത്രി ആകാൻ സാധ്യത എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തേക്ക് ആ തെരഞ്ഞെടുപ്പ് ചുരുക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരസ്പരം വെട്ടുക എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കയറി മല്ലികാർജ്ജുൻ ഖാർഗെ വെച്ചു. നിതീഷ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണോ എന്ന നിലയിൽ ഒരു വ്യക്തത വരുത്താൻ കൂട്ടാക്കാതിരിക്കുക, ഇതൊക്കെ സാധാരണഗതിയിലെ ഈ ബി ജെ പി വിരുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ജെല്ലായി മാറേണ്ടതാണ് സാധാരണഗതിയിൽ. പക്ഷെ ആയില്ല. അതെ, തീർച്ചയായും നിതീഷ് കുമാറിന്റെ ഈ വിചിത്രമായ നയമാറ്റം, നിലപാട് മാറ്റം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതവും എന്നാൽ വിശ്വാസയോഗ്യവുമായ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി. അദ്ദേഹത്തിന് എൻ ഡി എക്കൊപ്പം പോയാൽ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഒഴിവ് അവിടെയില്ല. മറിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തന്നെ തുടരണമെങ്കിലോ അവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. മുൻധാരണ അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ആ പദവി കൈമാറേണ്ട സമയമായി. ഇനി എന്ത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന നിലയിലാണ് നിതീഷ് കുമാർ തന്റെ ഈ മുന്നണിയെ തന്നെ കൈവിട്ടുകൊണ്ട് എൻ ഡി എ സഖ്യത്തിൽ ചേരുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും എൻ ഡി എയുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരിക്കുന്നത്. അതൊരു പ്രായോഗിക രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യം മാത്രമായിരിക്കാം. അതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത് എന്ന ചോദ്യവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാകുമല്ലോ. അദ്ദേഹം അതിന്റെ സ്ഥാപകനാണ് എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയായിരിക്കും ഈ മുന്നണി മുന്നോട്ട് പോകുന്നത്? നമുക്കിവിടെ ഓരോ സംസ്ഥാനത്തും ഓരോ നേതാവ്, ആ നേതാവിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ രീതിയിൽ അല്ല എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ആരാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയാവുക, ആരാണ് രാജ്യത്തെ നയിക്കുക എന്ന ചോദ്യമുണ്ടാകുമ്പോൾ ചില പേരുകൾ അവിടുത്തെ തെളിഞ്ഞു വരണം. ഇപ്പോൾ 1977 ഇവിടെ പരാമർശിക്കപ്പെട്ടു. അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ മുന്നണിയാണ്. ആ മുന്നണിയെ നയിക്കുന്നതിന് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു. ആ ഭരണ സംവിധാനത്തിന് പുറത്തുനിന്ന് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിന്, ഉപദേശം നൽകുന്നതിന്, നിർദ്ദേശം നൽകുന്നതിന് ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവം മുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോരായ്മ അതാണ്. ആ സ്റ്റേച്ചറിൽ ഉള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് നിതീഷ് കുമാറിനെ കുറിച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അങ്ങനെയൊരു ദേശീയ സ്റ്റേച്ചർ ഒന്നും ആർജിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അതുമില്ല. മമതാ ബാനർജിയൊക്കെ എത്ര നിസ്സാരമായ കാര്യങ്ങൾ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയുമായി തന്റെ സംസ്ഥാനത്തെത്തുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും തടസ്സമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു വില കുറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മുന്നണിയെ ഏതെങ്കിലും സംസ്ഥാനത്തെ പ്രാദേശിക നേതാവിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ പിന്തുണയ്ക്കും, വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് രാഷ്ട്രീയമായി അസാധ്യമാണ്. എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ മുന്നണി വിട്ടത്, അല്ലെങ്കിൽ എൻ ഡി എയിൽ ചേർന്നത് ദുർബല വാക്കുകൾ കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ വിലയിരുത്തുന്നത്? അരവിന്ദ് കെജ്രിവാൾ, രാഹുൽ ഗാന്ധി ഇതിനകം ഒരക്ഷരം മിണ്ടി